ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഫോൺ അഡിക്ഷൻ. അത് അഡൽസിലും കുട്ടികളിലും ഒക്കെ ഒരുപോലെ ഉണ്ട്. അതേസമയം നമ്മളെ കുറച്ചും കൂടെ അസ്വസ്ഥരാക്കുന്നത് നമ്മളുടെ കുട്ടികളിലുള്ള ഫോൺ അഡിക്ഷൻ ആണ്. പല പാരൻസും പറയും അവനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല, അവൻ ഗെയിം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഫോൺ നമ്മൾ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ആള് വയലന്റ് ആവും. എന്തുകൊണ്ടായിരിക്കാം അവർ നമ്മൾ പറയുന്നത് കേൾക്കാത്തത്? അവർ നിങ്ങൾ പറയുന്നത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്കും ഒരു ബൗണ്ടറീസ് ഉണ്ടാവണം. റൂൾസ് ആൻഡ് ബൗണ്ടറീസ് ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. കുട്ടികൾ എപ്പോഴും ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. അച്ഛൻ അമ്മയും ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാം? അപ്പൊ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അവരെയും ഇൻസിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ടൈം വെക്കുക. വാച്ച് ചെയ്യുന്ന റീൽസും മറ്റു വീഡിയോസും ഒക്കെ എഡ്യൂക്കേഷണൽ വീഡിയോസ് ആകാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ കുട്ടികളും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരോട് ഫോൺ യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നതിനേക്കാളും ഒരു ആൾട്ടർനേറ്റ് ആക്ടിവിറ്റിയിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾ മെല്ലെ ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയണ്ട. അതേസമയം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, അത് ഫുട്ബോൾ ആവാം, സ്വിമ്മിങ് ആവാം, വാക്കിംഗ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് അവരെ മെല്ലെ ഡൈവേർട്ട് ചെയ്യാം. നിങ്ങളും അവരോടൊപ്പം ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നൈറ്റ് ടൈമിലുള്ള സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ അറ്റ്ലീസ്റ്റ് 1 hour ബിഫോർ എങ്കിലും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗ് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ അതെടുത്ത് മാറ്റിയിട്ട് കിടന്നുറങ്ങാം.